എവിടെ വന്നപ്പോ? ഒരിക്കലും എത്തിപ്പെടരുതെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടൊരു ഫീല്. എന്തൊക്കെയോ മനസ്സിലൂടെ കടന്നു വരുന്നു. പക്ഷേ അതെന്താണെന്നൊന്നും എനിക്കറിയാനും പറ്റുന്നില്ല. ശിവനിപ്പോ എന്തിനാ വിളിച്ചേ? വിളിക്കണമെന്ന് തോന്നി. പിന്നെ ഒരു കാര്യം അറിയണമെന്നും. ശാലിനിക്ക് സുഖമാണോ? എന്തൊക്കെയാ ശിവനി പറയുന്നത്? ഇങ്ങനെയൊന്നും ശിവൻ എന്നോട് സംസാരിക്കാത്തതാണല്ലോ. ഇനിയും ശിവൻ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയുന്നല്ലോ. പറഞ്ഞോളൂ. കുട്ടികൾക്കും സുഖം തന്നെയല്ലേ? അവരെ നല്ലവണ്ണം നോക്കണം. അവരുടെ വാശിക്ക് മുന്നിൽ ദേഷ്യപ്പെടുകയല്ല വേണ്ടത്. സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ വേണ്ടത്. പിന്നെ അച്ഛനെയും അമ്മയെയും നല്ലതുപോലെ നോക്കണം. ചെറിയൊരു വാശിയുണ്ടെന്നേ ഉള്ളൂ. അമ്മ പാവ. സ്നേഹം മാത്രമേ ഉള്ളൂ ആ മനസ്സിൽ. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ശാലിനി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ സംസാരിച്ച് ബോറാക്കിയോ? ഇതെന്തൊക്കെയാ ശിവനി പറയുന്നത്? രേഷ്മ കാണാതെ എവിടെയോ കയറി മദ്യപിച്ചു അല്ലേ? അതിന്റെയാ ഈ പിച്ചും പേയും ഒക്കെ പറയുന്നത്. ശിവ, അത് ശാലിനി, സോറി. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അല്ലേ? ശരിയാ. അത് ശാലിനി പറഞ്ഞ പോലെ ബോധത്തോടെ പറഞ്ഞതല്ല. ശത്രുക്കളായിട്ടാണെങ്കിൽ ഓപ്പോസിറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് ഞാനാകാനും അവനാകാനും പറ്റൂ. ഒരു കഥ വിജയിക്കണമെങ്കിൽ നായകൻ മാത്രമോ വില്ലൻ മാത്രമോ പോരാ. വില്ലനും നായകനും വേണം. അതെ, രണ്ടുപേർക്കും പരസ്പരം പോരാടിക്കൊണ്ട് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാമൂട്ടിൽ യോഗന്നാന്റെ ശത്രുവായിട്ട് മാണിക്കോത്ത് മഹേന്ദ്രൻ വേണം. എന്നാലേ കാമൂട്ടിൽ യോഗന്നാന് ഇനിയും പലതും വെട്ടിപ്പിടിക്കാൻ പറ്റൂ. ഇനിയിപ്പം ഞാൻ ആരെ കാണിക്കാനാ കാശുണ്ടാക്കേണ്ടത്? ബിസിനസ് നടത്തുന്നത്, പലതും വെട്ടിപ്പിടിക്കുന്നത് ആരെ ബോധ്യപ്പെടുത്താന്? ഒരു ശത്രു നമുക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ ജയിക്കാൻ നമ്മൾ നോക്കും. ആ ശത്രു ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ ജയിക്കാനാ? അപ്പാ, ഞങ്ങളിപ്പോ എന്താ വേണ്ടത്? അയാൾ അവിടെ നിന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ഏയ്, ഇനി വേണ്ട. നിങ്ങൾ രണ്ടുപേരും ഇനി ഒരിടത്തേക്കും പോകണ്ട. ഇനി ഈ വീട്ടിൽ നടക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം. അതിനിടയിൽ ഇതുപോലുള്ള കേസുകളിൽ പോയി പെട്ടാ പിന്നെ അതിന് പിന്നാലെ നടക്കാനേ നേരം കാണൂ. നടന്നു. ഇനി ഈ ഒരു ആരും അറിയണ്ട. അയാളുടെ ഒരു അവസ്ഥ വെച്ച് അയാൾ ഇപ്പൊ തീർന്നു കാണുക. നമ്മളിലേക്ക് വരാവുന്ന ഒരു തെളിവും പ്രത്യക്ഷത്തെ ചൂണ്ടിക്കാണിക്കാനില്ല. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ശിവനോടുള്ള എന്റെ ആദ്യ പ്രതികാരമായിട്ട് കണക്കൂട്ടിയാൽ മതി. അവന്റെ തലയെടുത്തുകൊണ്ടുള്ള പ്രതികാരം. മാണിക്കോത്ത മഹേന്ദ്രന്റെ ബലത്തിലല്ലേ അവന്റെ കളി മുഴുവൻ. ആ കളിയാ നമ്മളിപ്പോ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി അവൻ കാണും അവന്റെ കുടുംബം നിന്ന് കത്തുന്നത്. അത് ചെയ്തിരിക്കും ഈ ഡേയ്സി. മാഡം, ഇത് അവിടെ നടക്കുന്ന സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരു ചെയിൻ സർവീസാ. സർക്കാർ നൽകുന്ന സൗജന്യ ഉപകരണങ്ങൾ കൊണ്ട് കാര്യം നടത്തുകയും പുറത്തുള്ള സ്വകാര്യ വ്യക്തികളെ കൂടെ നിർത്തി ഉദ്യോഗസ്ഥരെ കാണിക്കുന്ന അഴിമതിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ മാഡത്തോട് വിശദീകരിച്ചത്. ഇതുപോലെയുള്ള ഒരുപാട് തട്ടിപ്പ് കേസുകൾ അവിടെ നടക്കുന്നുണ്ട്. ഒരാളല്ല, എല്ലാവരും എല്ലാ രീതിയിലും പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യാണ്. ഒരാളെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത 10 പേര് രക്ഷപ്പെടും. അപ്പൊ അനു പറയുന്നത് പുറത്തു നിന്നുകൊണ്ട്
അതിനുള്ളിലെ കള്ളക്കളികളൊന്നും കണ്ടെത്താനാവില്ല, ഇല്ലാതാക്കാനും കഴിയില്ല. അതെ മാഡം, അത്രയ്ക്കും വലിയൊരു ബെൽറ്റിനുള്ളിലാണ് അവരവരുടെ ലോകം കെട്ടിപ്പടുത്തിരിക്കുന്നത് തന്നെ. അപ്പോ ആ ബെൽറ്റിനുള്ളിലേക്ക് കയറി പറ്റണം. എന്നാലേ അടിവേര് മാന്തിക്കൊണ്ടുള്ള ഒരു ശുദ്ധി കലശം നടത്താൻ പറ്റും. അതെ, ഈ അഴിമതി വീരന്മാരെയെല്ലാം കൈയോടെ പൊക്കണമെങ്കിൽ പുറത്തു നിന്നിട്ട് കാര്യമില്ല. അവർക്കൊപ്പം ഒരാളായി അതിനകത്ത് കയറണം. എന്നാലേ പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്ന പണം ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റും. ആ ഹലോ മാഡം, പറഞ്ഞോളൂ. എനിക്ക് കുമാരേട്ടന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. സാധാരണ ജനങ്ങളുമായി അടുത്തിടപഴകുന്ന കാഹളം കുമാരേട്ടനെ പോലുള്ളവർക്ക് എന്നെ ഇക്കാര്യത്തിൽ സഹായിക്കാൻ പറ്റൂ. മാഡം, എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. മാഡം പറഞ്ഞാ മതി. അപ്പോ നമുക്കൊന്നുടനെ കാണണം. ശരി മാഡം, ശരി ശരി. ഉം.